Today discuss about important act to restrict the environmental damages and environmental restrictions for the exercise sector. ഇതൊക്കെയാണ്. അതായത് നമ്മളിപ്പോൾ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ അത് നമ്മുടെ സൊസൈറ്റി ഫീസിബിലിറ്റിയുടെ ഒരു ഭാഗമാണ്. നമ്മളൊരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് എത്രത്തോളം അത് പൊല്യൂഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം പ്രൊട്ടക്ഷൻ്റെ ഭാഗമായി നമുക്ക് എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു പ്രൊജക്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ആക്ട് അസസ്മെൻറ്റ്, അതായത് EIA, നമുക്കറിയാം ഈ റീസെൻറ്റ് ടൈംസിൽ നമുക്ക് EIയുടെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ കുറേ ഡിബേറ്റ്സൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് നമുക്കൊരു പ്രൊജക്റ്റ്, അതായത് ഒരു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ഇൻഡസ്ട്രി വരുമ്പോൾ ആ ഏരിയയ്ക്ക് എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് നമ്മളവിടെ അനലൈസ് ചെയ്യും. അതിൻ്റെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ലൈക്ക് സെൻട്രൽ, സ്റ്റേറ്റ് ഓർ ലോക്കൽ ബോഡീസ് ഒരു ലീഗൽ ഫ്രെയിം ഔട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ എൻവയോൺമെൻറ്റ്, ലൈക്ക് Environment Protection Act 1986, the Biological Diversity Act 2002, Green Tribunal Act 2010, the National Environmental Tribunal Act 1995, the National Environmental Appellate Authority Act 1997. ഇത്രയും രീതിയിലുള്ള അല്ലെങ്കിൽ ഇത്രയും ലീഗൽ ഫ്രെയിംവർക്കാണ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ എൻവയോൺമെൻറ്റ്. ഒപ്പം തന്നെ നമ്മൾ ഓരോ കാറ്റഗറി, നമ്മളൊരു ഇൻഡസ്ട്രി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് ഏത് ടൈപ്പ് പ്രൊഡക്റ്റാണ്, ഇപ്പോൾ കെമിക്കൽസ് ആണെങ്കിൽ കെമിക്കൽസ്, അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ അതിനെ ABC എന്ന കാറ്റഗറിയിലായിട്ട് ഒരു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ക്ലിയറൻസ് റെഗുലേറ്ററി ആക്റ്റും കൂടി അവർ ഫ്രെയിം ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വാട്ട് ആർ ദ എൻവയോൺമെൻറ്റ് റെസ്ട്രിക്ഷൻസ് ഫോർ ദ SSI സെക്ടർ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു കെമിക്കൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസ് ആയിരിക്കാം. ഇനി ഒരു ടൂറിസം പ്രോജക്റ്റ് പോലും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കാര്യം ടൂറിസ്റ്റ് വരുമ്പോൾ അത് പ്ലാസ്റ്റിക് ഡീകമ്പോസിഷൻ അങ്ങനെയുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഈ SSI സെക്ടേഴ്സിൽ നമുക്ക് ഏതാണ് നമ്മുടെ പ്രൊജക്റ്റ്, ഇനി പ്രൊജക്റ്റിനൊപ്പം തന്നെ അത് ഏത് ടൈപ്പ് പ്രൊഡക്റ്റാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ കെമിക്കൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ തെർമൽ പവർ ആയിരിക്കാം, അലുമിനിയം, സിമൻറ്റ്, ഫെർട്ടിലൈസർ ഡേഞ്ചർ ആയിട്ടുള്ള, അല്ലെങ്കിൽ മണ്ണിനും അതേപോലെ തന്നെ മനുഷ്യനും ഒരേപോലെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യുന്ന, ഹെൽത്തി വൈസ് അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള കുറേ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, കെമിക്കൽസ് ഉണ്ട്. അതേപോലെ തന്നെ ഓയിൽ റിഫൈനറി, പൾപ്പ് ആൻഡ് പേപ്പർ, അങ്ങനെ പല കാറ്റഗറി വരുന്നുണ്ട്. അത് ഏത് രീതിയിലാണ് നമുക്ക് ഹസാർഡസ് ആയിട്ട് വരുന്ന ഐറ്റം ഏതാണ്, എൻവയോൺമെൻറ്റ് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ് ഫോർ ദ എൻവയോൺമെൻറ്റ് ക്ലിയറൻസ്? നമുക്കിപ്പോൾ ഒരു എൻവയോൺമെൻറ്റ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ, അതിനും ഇതിൻ്റേതായി ഗവൺമെൻറ് കുറേ ചെക്കിംഗ് ഒക്കെ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ പ്രൊജക്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ അതോറിറ്റീസ്, അതായത് ഇതിന് സാങ്ഷൻ തരുന്ന അതോറിറ്റീസ് ഓർ ഒഫീഷ്യൽസ്, അത് അവർ ആ സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്യും. ആ സൈറ്റ് വന്നിട്ട് അത് ഏത് ഭാഗത്താണ് വരുന്നത്, അല്ലെങ്കിൽ അത് ബാക്ക്വേർഡ് ഏരിയാസിലാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് പ്രൊഡക്റ്റ്, നിങ്ങളത് എങ്ങനെ അത് ഡീകമ്പോസ് ചെയ്യും, ദെൻ എന്തൊക്കെ കെമിക്കൽസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ മിഷനറീസ് ആണ്, ഇതിൻ്റെ എല്ലാം ഒരു സൈഡും, അതായത് എൻവയോൺമെൻറ്റ് റിലേറ്റഡായിട്ട് വരുന്ന എല്ലാ ഏരിയയും അവർ അനലൈസ് ചെയ്യും. അതിന് ശേഷമാണ് അവർക്കൊരു എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പ്രൊസീജിയർ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ലൊക്കേഷൻ. നമ്മൾ എവിടെയാണ് നമ്മൾ പ്രൊജക്റ്റ് സൈറ്റ് നമ്മൾ തുടങ്ങുന്നത്, അവിടെ നമുക്ക് ഇതിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കും. ആ ഗൈഡ് ലൈൻസ്, അതായത് ഇപ്പോൾ എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കും. ആ ഗൈഡ് ലൈൻസ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു ഏരിയ ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രൊജക്റ്റ് ആണോ എന്ന് അവർ ആദ്യം ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് സ്ക്രീനിങ് ആണ്, ലൈക്ക് EIA, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, അത് അവരവിടെ അനലൈസ് ചെയ്യും. അതായത് ഈ പറഞ്ഞ പ്രോജക്റ്റ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകളുണ്ട്, ABC, അതുപോലെ തന്നെ B1 ആൻഡ് B2. അതിൽ കെമിക്കൽസ് ആണോ, ഫെർട്ടിലൈസേഴ്സ് ആണോ, ഏത് പ്രൊജക്റ്റിലാണ് അത് വരുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഹസാർഡ്സ് ഐറ്റംസ് ആണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. ഇന്ന റോ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്, ഇതെങ്ങനെയായിരിക്കും ഞങ്ങളത് ഡംപ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും അത് റീസൈക്കിൾ ചെയ്തെടുക്കുന്നത്, അങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കും.
പ്രത്യേകിച്ച് ഫോർ ദ പർപ്പസ് ഓഫ് എൻവയോൺമെൻറ്റ് ക്ലിയറൻസ്. ഇത് ഈ കാറ്റഗറിയിലുള്ളതാണ്. അതായത് ഈ ABC കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റുകൾ വരുമ്പോഴാണ് അതിനവർ സ്ക്രീനിങ് നടത്തിയിട്ട് റിപ്പോർട്ട് തയ്യാറാക്കും. ഇനി അടുത്ത സ്റ്റേജാണ് അസസ്മെൻറ്റ്. അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ റിപ്പോർട്ടാണ്. അതായത് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. ആ റിപ്പോർട്ടിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടായിരിക്കും ദ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അതേപോലെ തന്നെ ദ സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതിനെ അനലൈസ് ചെയ്യും അല്ലെങ്കിൽ സ്ക്രീനിങ് ചെയ്യും. ഈ സ്റ്റേറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ്, അതായത് സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സും അതിനെ ആസസ് ചെയ്യാണ്. അതായത് നമ്മൾ പ്രൊപ്പോസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റ് എന്താണ്, അതിൻ്റെ എല്ലാ സൈഡും, അതിൻ്റെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, എല്ലാം രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സുകളും അവരവിടെ അനലൈസ് ചെയ്യും. അതിനുശേഷമാണ് അവരെന്ത് ചെയ്യുന്നത്, ക്ലിയറൻസ്, അതായത് കൺസൾട്ട് പ്രൊവൈഡ് ചെയ്യും, വിച്ച് ഈസ് വാലിഡ് ഫോർ ദ 15 years. അതുവരെ ആയിരിക്കും അതിൻ്റെ അസസ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതാണ് പബ്ലിക് ഹിയറിങ്. ഇനി അത് പബ്ലിക്കിൻ്റെ ഭാഗത്തുനിന്ന്, ഇപ്പോൾ നമുക്കറിയാം ഒരു എയർടെലിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടവർ വരികയാണെങ്കിൽ, ആ ഒരു മൊബൈൽ ടവർ വരുമ്പോൾ നമുക്കറിയാം പബ്ലിക് ഹിയറിംഗ് നടത്താറുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആ ചുറ്റുപാടുള്ള വ്യക്തികൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഫാക്ടറി വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, അങ്ങനെയൊക്കെ വരുമ്പോൾ പബ്ലിക് ഹിയറിംഗ് വരും. അതാണ് അടുത്ത സ്റ്റേജ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ആപ്ലിക്കേഷൻ. ഇനിയല്ല, ആ ഹിയറിംഗ് കമ്മിറ്റി അവരുടെ ഒബ്ജക്ഷൻസും സജഷൻസും, അതായത് പബ്ലിക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആണെങ്കിൽ മാത്രമായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ നമ്മളിതിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമും പ്ലസ് ഐയുടെ റിപ്പോർട്ട് അതെല്ലാം കൂടിയിട്ട്, ഒപ്പം തന്നെ നമ്മുടെ പബ്ലിക് ഹിയറിങ്ങിന് വന്നിട്ടുള്ള ഒബ്ജക്ഷൻസ് ഏതൊക്കെയാണ്, സജഷൻസ് ഏതൊക്കെയാണ്, ഇനി അവർ പബ്ലിക് എന്തെങ്കിലും സൈൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും അപേക്ഷകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എല്ലാം കൂടിയിട്ട് ഈ ഓരോ സ്റ്റേജിൽ നടന്നിട്ടുള്ള എല്ലാ അതിൻ്റെയും സമ്മപ്പ് കൂടിയിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഓൺലൈനായിട്ട്. ഇനി നെക്സ്റ്റ് 6th സ്റ്റേജിൽ എന്താണ്, എൻവയോൺമെൻറ്റൽ അപ്രൈസലാണ് നടത്തുന്നത്. ഓക്കെ, എൻവയോൺമെൻറ്റ് അപ്രൈസൽ ലൈക്ക് ഇപ്പോൾ ഇൻഡസ്ട്രിയാണ് വരുന്നതെങ്കിൽ ആ ഇൻഡസ്ട്രിയുടെ ഒരു സ്റ്റഡി ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കും, ഒരു എൻവയോൺമെൻറ്റൽ അപ്രൈസൽ കമ്മിറ്റി. അത് അവരവിടെ സ്റ്റഡി ചെയ്യും. ഇപ്പോൾ കുറച്ച് നാളത്തേക്കുള്ള ഒരു കമ്മിറ്റി ആയിരിക്കും കൂടുന്നുണ്ടാവുക. ഇപ്പോൾ നമുക്കറിയാം പാലാരിവട്ടം പാലം തകർന്നപ്പോൾ ഗവൺമെൻറ് ഒരു കമ്മിറ്റി വെച്ചു. എന്തിനാണ് കമ്മിറ്റി വെച്ചിരുന്നത്, അതിനെ അനലൈസ് ചെയ്യുക, സ്റ്റഡി ചെയ്യുക. അതതിൻ്റെ എങ്ങനെയായിരുന്നു അതിൻ്റെ ക്വാളിറ്റി, എങ്ങനെയായിരുന്നു അതിൻ്റെ കൺസ്ട്രക്ഷൻസ്, എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്, അവിടെ ഒരു സ്റ്റഡി ചെയ്യുന്നു. ഇതേപോലെ തന്നെ ഒരു ഇൻഡസ്ട്രി വരുമ്പോൾ ഇത് വന്നിട്ടുള്ള ആപ്ലിക്കേഷനും ഒപ്പം വന്നിട്ടുള്ള റിപ്പോർട്ടുകളും പബ്ലിക് ഹിയറിങ്ങിൽ വന്നിട്ടുള്ള സജഷൻസും ഒബ്ജക്ഷൻസും ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കമ്മിറ്റിക്ക് കൊടുക്കുകയാണ്. ആ കമ്മിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്ന ബേസിസിലായിരിക്കും നമുക്ക് എന്ത് വരുന്നത്, ഈ ഒരു എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുക. അതെല്ലാം എൻവയോൺമെൻറ്റ് അപ്രൈസലൊക്കെ കഴിഞ്ഞാൽ ലാസ്റ്റ് വൺ ഈസ് ദി ഇഷ്യൂ ഓഫ് ദ ക്ലിയറൻസ് ഓർ റിജക്ഷൻ ലെറ്റർ. ആ കമ്മിറ്റിയുടെ സ്റ്റഡിയുടെ ബേസിസിലാണ്, അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന റെക്കമെൻഡേഷൻ ബേസിസിലാണ് ആ ഒരു പ്രൊജക്റ്റിനെ ഇഷ്യൂ ഓഫ് ക്ലിയറൻസ് മീൻസ് ഓക്കെ ഇത് എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് ഉള്ള ഒരു പ്രൊജക്റ്റാണ്, അപ്പോൾ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷനിൽ തന്നെ അവർക്ക് ആ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂ ഓഫ് ക്ലിയറൻസ് പ്രൊവൈഡ് ചെയ്യും. ഇനി അതർവൈസ് ഇതിനെല്ലാം റിപ്പോർട്ട്സും അനലൈസ് ചെയ്യുമ്പോൾ ഇത് എൻവയോൺമെൻറ്റിൽ എത്രത്തോളം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ആ ഒരു ലൊക്കാലിറ്റീനെ അല്ലെങ്കിൽ ആ ഒരു പബ്ലിക്കിനെ നല്ലപോലെ എഫക്റ്റ് ചെയ്യും, ഹസാർഡ്സ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ പ്രൊജക്റ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാണ്, റിജക്ഷൻ ലെറ്റർ പ്രൊവൈഡ് ചെയ്യും. ഇതാണ് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ്. അതായത് ഇത് ചെയ്യുന്നത് എന്തിനാണ്, ഓരോ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും എന്ത് കാര്യമായിക്കോട്ടെ, ഇവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് ആയിക്കോട്ടെ, അവിടെ എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ്. ഈ ഒരു എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ അത് എന്തിനാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സാണ് നമ്മളടുത്ത് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് വൺ ഈസ് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രി വരുമ്പോൾ
ആ ഇൻഡസ്ട്രി ആ ഒരു പബ്ലിക്കിന് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് വരുന്നുണ്ടോ, അതായത് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് വരുന്നുണ്ടോ എന്നവിടെ സ്റ്റഡി ചെയ്യാനായിട്ട് ഈ എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പ്രോപ്പറായിട്ടുള്ള നമുക്ക് ഇനീഷ്യേറ്റീവ്സ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ ഈസ് എ സേഫ് ഗാർഡ് ഫോർ ദി എൻവയോൺമെൻറ്റ് അല്ലേ. നമ്മളെല്ലാം ഏരിയയും നമ്മൾ അനലൈസ് ചെയ്യും. മണ്ണിന് എന്ത് സംഭവിക്കുന്നു, മനുഷ്യരെന്ത് സംഭവിക്കുന്നു, അതെങ്ങനെ ആണത് എഫക്റ്റ് ചെയ്യുന്നത്, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്, അങ്ങനെ എല്ലാ ഏരിയ ഒരു സേഫ് ഗാർഡ് കൂടിയാണ് ഒരു എൻവയോൺമെൻറ്റ് ക്ലിയറൻസ്. നമ്മൾ ഈ എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ഇൻഡസ്ട്രി വരുമ്പോഴും സ്റ്റഡി ചെയ്യുന്നതുകൊണ്ട് അത് അത്രത്തോളം ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള ആ ലോസ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതൊക്കെ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. And next one is the environment clearance is also assess the impact the planned development will have to the environment and people. നമുക്കൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഫ്രെയിം ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. കാരണം അത് എൻവയോൺമെൻറ്റ് എത്രത്തോളം ഇമ്പാക്റ്റ് വരുന്നുണ്ട്, പീപ്പിളിന് എത്രത്തോളം ഇമ്പാക്റ്റ് വരുന്നുണ്ട്, അതൊരു പ്ലാൻഡ് ഡെവലപ്മെൻറ്റ് ഒരു എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. And through the EIA report, it also tries to minimize the negative impact to the upcoming project. Okay, കാരണം ഇപ്പോൾ ഒരു ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ക്ലിയറൻസ് എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് അല്ലെങ്കിൽ EIA റിപ്പോർട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എത്രത്തോളം അതിൻ്റെ ഡെപ്ത് ഉണ്ട്, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യും. ഇനി അറ്റ് ദ സെയിം ടൈം പീപ്പിൾ, ഇത് പബ്ലിക്കിന് എത്രത്തോളം അത് നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് വരുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് അസസ്മെൻറ്റ് നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ അതിനുള്ള പ്രിവെൻറ്റേഷനായിട്ടുള്ള മെഷേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ദ എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് സ്ലോലി monitors and restrict all the public and environment damages that may cause due to the upcoming projects. ഇനി ഇതേപോലുള്ള സിമിലർ ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്, അത് ഇത്രത്തോളം ഇമ്പാക്റ്റ് വരുത്തിയിട്ടുണ്ട്, ഇൻഡസ്ട്രിയലൈസേഷൻ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള ഒരു ഓവറോൾ ഔട്ട്ലുക്ക് നമുക്ക് തരാനായിട്ട്, അത് മോണിറ്റർ ചെയ്യാനും, ഒപ്പം തന്നെ അത് നെഗറ്റീവാണ് വരുന്നതെങ്കിൽ അത് റെസ്ട്രിക്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ടും ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് അല്ലെങ്കിൽ EIA റിപ്പോർട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് എൻവയോൺമെൻറ്റ് ക്ലിയറൻസിൻ്റെ ഈ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് ഫോർ അപ്കമ്മിങ് ആയിട്ട് വരുന്ന പ്രൊജക്ട്സ്, അത് എൻവയോൺമെൻറ്റിന് എത്രത്തോളം ഇമ്പാക്റ്റ് വരുന്നുണ്ട്, ഏത് പ്രൊജക്റ്റ് ആയിക്കോട്ടെ, ഏത് ഇൻഡസ്ട്രി, ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് നമ്മൾ തുടങ്ങുകയാണെങ്കിലും എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് പറഞ്ഞിട്ടുള്ളൊരു പ്രൊസീജിയർ ഉണ്ട്. അത് ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അത് എല്ലാം വെരിഫൈ ചെയ്ത് അത് ഓക്കെയാണ് എന്ന് ഗവൺമെൻറ്റിന് ഉറപ്പ് കിട്ടിയാൽ മാത്രമാണ് അവർ ആ ഒരു പ്രൊജക്റ്റിന് സാങ്ഷൻ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻവയോൺമെൻറ്റ് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ടുള്ളത്, ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, ഇനി ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് അതിൽ വരുന്നുള്ളത്, അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ പ്രൊഡക്റ്റ് എന്നുള്ളത്, അതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക.